ഹായ് മക്കളെ, ICAR അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട്സ് മക്കൾ ചോദിക്കാറുണ്ട്. ICAR അലോട്ട്മെന്റ് സ്റ്റാർട്ട് ആയോ? കാരണം CUTയുടെ റിസൾട്ട് വന്നതിന് ശേഷം അഗ്രികൾച്ചർ കോഴ്സ് അല്ലെങ്കിൽ അലീഡ് കോഴ്സുകൾക്ക് വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ICAR അലോട്ട്മെന്റ് ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ICAR സ്വന്തമായിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിന്റെ ബേസിസിലായിരിക്കും ICAR അഫിലിയേറ്റഡ് അല്ലെങ്കിൽ ICARന്റെ കീഴിൽ വരുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് നടക്കുന്നത്. അഗ്രികൾച്ചർ മാത്രമല്ല, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സസ്, ഏകദേശം 11ഓളം കോഴ്സുകൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സിലേക്ക് എല്ലാം അഡ്മിഷൻസ് നടക്കുന്നത് ICARന്റെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ CUT റാങ്ക് ലിസ്റ്റിന് ശേഷം ഇനി നമുക്ക് വരേണ്ടത് ICARന്റെ റാങ്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അലോട്ട്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അലോട്ട്മെന്റ് പ്രോസസ് നടക്കുന്നത് ICARadmissions.in എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്താണ്. നിങ്ങൾ ഇപ്പോൾ ആ വെബ്സൈറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം UG PG അലോട്ട്മെന്റുകളുടെ കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഓപ്പൺ ആയി വന്നിട്ടില്ല. അതുപോലെ ഇപ്പോൾ നിലവിൽ അവിടെ കിടക്കുന്നത് 2023ലെ ബുള്ളറ്റിൻ ആണ്. ആക്ച്വലി 24ലെ ബുള്ളറ്റിൻസിന് ഇപ്പോൾ ഉടനെ തന്നെ അപ്ഡേഷൻ ആയിട്ട് വരും. അതുപോലെ തന്നെ അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ലോഗിൻ, അതുപോലെ യൂണിവേഴ്സിറ്റി ലോഗിൻ, അങ്ങനെയുള്ള ലോഗിൻസ് അവിടെ കാണാം. അതിൽ കാൻഡിഡേറ്റ് ലോഗിൻ ആണ് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളത്. പക്ഷെ അതും ഇപ്പോൾ അവൈലബിൾ അല്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ, റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിലവിൽ ICARന്റെ യാതൊരു പ്രൊസീജിയേഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ICARന്റെ റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ളതാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ആർക്ക് വരും എന്ന് ചോദിച്ചാൽ, CUT അപ്ലൈ ചെയ്ത സമയത്ത് യൂണിവേഴ്സിറ്റി ലിസ്റ്റിനകത്ത് ICAR അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ICARന്റെ റാങ്ക് ലിസ്റ്റിനകത്ത് വരും. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, CUT അപ്ലൈ ചെയ്തു പക്ഷേ ICAR വിട്ടുപോയി, ഇനി ഒരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് മറുപടി. കാരണം ICARന് ആദ്യം തന്നെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ CUT അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ ICAR അപ്ലൈ ചെയ്തവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇനി സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതിനുശേഷം മാത്രമേ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പോൾ അതെല്ലാം വരുന്ന അനുസരിച്ച് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ കീപ് അപ്ഡേറ്റഡ്. See you in the next video.